ARM അജയന്റെ രണ്ടാം മോഷണം ഡയറക്റ്റഡ് ബൈ ജിതിൻ ലാൽ. സോ ജിതിൻ ലാലിന്റെ ഡയറക്ഷണൽ ഡെബ്യൂ ആണ് ആക്ച്വലി അജയന്റെ രണ്ടാം മോഷണം. ഇതിന്റെ റൈറ്റർ എന്ന് പറയുന്നത് സുജിത് നമ്പ്യാറാണ്. സ്റ്റാറിംഗ് ടോവിനോ തോമസ് ആക്ച്വലി 3 ക്യാരക്ടറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് കൃതി ഷെട്ടി ഉണ്ട്. അതുപോലെ തന്നെ ജഗദീഷ് ഇതിലൊരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനോട് സുധീഷ് ഉണ്ട്. ബേസിൽ ജോസഫ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ മലയാള സിനിമയിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി വലിയ ബ്രഹ്മാണ്ഡ സ്കെയിലിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഇതിനെപ്പറ്റി പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ 3D ആരും പോയി കാണണമെന്നില്ല. കാരണം ഇതിൻ്റെ 3D കൺവേർട്ടഡ് ആയിട്ടുള്ള ഒരു 3D ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. 3D എക്സ്പീരിയൻസ് വളരെ വൃത്തികേടായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. കാരണം ഇത് ഒരു നല്ല തിയേറ്ററിൽ 2D കാണുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം 3D വന്നിട്ട് എല്ലാവരുടെ മുഖം ഇങ്ങനെ ബൾജ് ചെയ്ത് മുമ്പിലേക്ക് നിൽക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. അത് ഒട്ടും വന്നിട്ട് റിയലിസ്റ്റിക് ആയിട്ട് 3D ഫീൽ ചെയ്തില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് പോയി 3D കാണേണ്ട കാര്യമില്ല. സോ നല്ലൊരു തിയേറ്ററിൽ 2D കണ്ടാൽ തന്നെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ കാസ്റ്റിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർക്ക് പുറമെ സുരഭി ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഹരീഷ് പേരടി ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അജു വർഗീസ് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഐശ്വര്യ രാജേഷ് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. രോഹിണി ഉണ്ട്. അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റിലേക്ക് വന്നിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയിലേക്ക് ആദ്യം വരുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് എടുത്ത് പറയാനുള്ള കാര്യം വെച്ചാൽ ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ ആണ്. ഈ സിനിമ എന്ന് പറയുന്നത് കുറച്ച് ഫാൻറ്റസി എലമെൻ്റുള്ള സിനിമയാണ്. അറ്റ് ദ സെയിം ടൈം വന്നിട്ട് കുറച്ചും കൂടി എന്താ പറയുക, നമ്മുടെ ട്രഷർ ഹണ്ട് പോലത്തെ ഒരു പരിപാടിയൊക്കെ ഉള്ള ഒരു അങ്ങനത്തെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. സോ ആ ഒരു ജോണർ അത് വളരെ ഗംഭീരമായിട്ട് സ്ക്രീൻ പ്ലേയിൽ കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആക്ച്വലി സുജിത് നമ്പ്യാർ പറയുന്നത് അത് ഗംഭീരമായിട്ട് സ്ക്രീനിൽ എത്തിക്കാൻ വേണ്ടി ജിതിനും പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഫസ്റ്റ് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് ഒരു തരത്തിലും ഈ സിനിമ നമുക്ക് ബോറടിക്കുക അല്ലെങ്കിൽ ഈ സിനിമ ഒരു ഫെസ്റ്റിവൽ സിനിമയല്ലേ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയൊന്നും നമുക്ക് വേണ്ട. ഇതൊരു പ്രോപ്പർ ഫെസ്റ്റിവൽ സിനിമയാണ്. ഒരു കൊമേഴ്ഷ്യൽ സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓണത്തിൻ്റെ സമയത്ത് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന പ്രോപ്പർ കൊമേഴ്ഷ്യൽ സിനിമയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി വന്നിട്ട് ജോമോണ്ടി ജോണാണ് ചെയ്തിട്ടുള്ളത്. നൈറ്റ് ഷോട്ട്സ് എല്ലാം വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ സിനിമ ഇതൊരു അനന്തഭദ്രം കൈൻഡ് ഓഫ് ഒരു സിനിമയാണ് ആക്ച്വലി. ആ ഒരു ലെവൽ ഓഫ് ഫാൻറ്റസിയും കാര്യങ്ങളൊക്കെ ഉള്ള സിനിമയാണ്. സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്തേക്ക് ഷോർട്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ആ വെള്ളച്ചാട്ടം നമ്മുടെ അതിരപ്പള്ളി ഫോൾസിൻ്റെ ഇടയ്ക്കുള്ള ഷോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് വളരെ നന്നായിട്ട് ചെയ്തതായിട്ട് തോന്നി. പിന്നെ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക് എന്ന് പറയുന്നത് ദിബു ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചിത്തയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ജിബു നിനാൻ തോമസ് പറയുന്നത്. നമ്മൾ എന്താ പറയുക, ഒരു ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് ഒരു നാടൻ ഫോക്ക് പരിപാടിയും വരുന്നുണ്ട്. പിന്നെ അറ്റ് ദ സെയിം ടൈം വന്നിട്ട് ടോവിനോടെ ഫസ്റ്റ് ക്യാരക്ടർ കാണിക്കുന്ന സമയത്ത് വളരെ ഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും പല സ്ഥലത്തും പാട്ടുകൾ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഷമീർ മുഹമ്മദ് വളരെ നന്നായിട്ട് പ്രോപ്പർലി ഒരു നോൺ ലീനിയർ പരിപാടിയിൽ അതായത് ആസ് ആൻഡ് വെൻ ആണല്ലോ കട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഷമീർ മുഹമ്മദിനും പറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരാനുള്ള സമയത്ത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വന്നിട്ട് ടോവിനോനെ പറ്റി തന്നെയാണ് സംസാരിക്കാനുള്ളത്. ടോവിനോ 3 ക്യാരക്ടറിൽ വരുന്നുണ്ട്. മൂന്ന് കാലഘട്ടത്തിൻ്റെ ക്യാരക്ടറിലേക്ക് വരുന്ന സമയത്ത് ആ 3 ക്യാരക്ടറിനും എക്സ്ട്രീംലി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ടോവിനോ തോമസ് അത് ഭയങ്കര ഞാൻ അങ്ങനെ വന്നിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറില്ല. കാരണം ഞാൻ ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ കാരണം വെച്ചാൽ ഈ ഒരു കള്ളൻ്റെ റോള് ചെയ്യുന്നുണ്ട് മണിയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ ഇപ്പം അതായത് 1990s ഒരു ക്യാരക്ടറും ചെയ്യുന്നുണ്ട്. ഇത് രണ്ട് ധ്രുവങ്ങളിൽ 2 പോൾസിലുള്ള ക്യാരക്ടർ അത് അത്രയും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എല്ലാ ലുക്ക് മാനറിസം എന്താ പറയുക എല്ലാത്തിനും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു വർക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റുന്നത് അത് ഗംഭീരമായിട്ട് ഫീൽ ചെയ്യും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ടോവിനോ തോമസിനെ തന്നെയാണ്. ആ പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ ഫിലിം കമ്പാനിയുടെ നമ്മുടെ പുള്ളിക്കാരനായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായി പുള്ളിക്കാരൻ ഓരോ സിനിമയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ ആക്ടിങ് എക്സസൈസ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ വ്യക്തമായിട്ട് ഈ സിനിമേൻ്റെ അകത്ത് ആക്ച്വലി കാണാൻ പറ്റുന്നുണ്ട്. കൃതി ഷെട്ടി ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാരക്ടർ. ആക്ച്വലി ടോവിനോവും കൃതിയും തമ്മിലുള്ള ഒരു റൊമാൻസ് പോർഷൻസ് ഒക്കെ വളരെ രസമുള്ള ഫീൽ. കാരണം നമുക്ക് ആ ഒരു ടൈമിലേക്ക് നമ്മൾ കൊണ്ടുപോകുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം വന്നിട്ട് വെച്ചാൽ അത് ഒട്ടും വന്നിട്ട് ക്ലീഷേഡ് അല്ലാത്ത രീതിയിൽ വളരെ നല്ല രീതിക്ക് പ്രണയം എന്ന് പറയുന്നത് ക്ലീഷയാണ്. ബട്ട് ഇറ്റ് സ്റ്റിൽ അത് നല്ല രസമുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റിയിട്ടുണ്ട്. അത് നല്ലൊരു പെയറായിട്ട് ഫീൽ ചെയ്തു ആക്ച്വലി കൃതി ഷെട്ടിയും അതുപോലെ തന്നെ ടോവിനോ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് രോഹിണിയുടെ ക്യാരക്ടറായിട്ട് ബേസിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ബേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷേ ബേസിലിന് വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ബേസിൽ ആസ് എ പേഴ്സൺ ഹു ഈസ് സ്റ്റാൻഡിങ് റൈറ്റ് ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ചിട്ട് ബേസിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യാനുണ്ടെന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ
ഒരു എന്താ പറയുക ഒരു ഹീറോയുടെ സൈഡിൽ നിൽക്കുന്ന ഒരാളായിട്ട് ബേസിൽ വന്നിട്ട് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തോളമുള്ള ഫുൾ ലെങ്ത് ക്യാരക്ടറും ആണ് ബേസിലിനെ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ബേസിലിന് സ്വന്തമായിട്ട് ഈ സിനിമയെ എൻഹാൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ പറ്റിയിട്ടൊന്നുമില്ല. കാരണം ഇതിൻ്റെ റൈറ്റിംഗ് ഇറ്റ്സെൽഫ് വന്നിട്ട് എന്താ പറയുക ഒരു ക്യാരക്ടർ ഡെപ്തും കാര്യങ്ങളൊക്കെ വന്നിട്ട് വളരെ ഗംഭീരമായിട്ട് ഫീൽ ചെയ്തു. ഇതിൽ തന്നെ വന്നിട്ടെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കാലത്താണ് സമയത്ത് ഒരു കാസ്റ്റും പരിപാടികളൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു ഫാൻറ്റസി എലമെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ അതൊരു കാണാൻ തന്നെ ഒരു രസം ഉണ്ടായിരുന്നു. നമുക്ക് അനന്തഭദ്രൊക്കെ കണ്ട സമയത്തുള്ള അതേ ഒരു ഫീൽ, അതായത് ആ ഒരു ഫാൻറ്റസി എലമെന്റ് വർക്ക് ആവുമെന്ന് പറഞ്ഞില്ല, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ സിനിമയിലേക്ക്. അത് വർക്ക് ആയിട്ടില്ലെങ്കിൽ മൊത്തം ഈ സിനിമ പോയി. അപ്പോൾ അത് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇതിൻ്റെ ഡയറക്ടറിന് ജിതിൻ ലാൽ ആക്ച്വലി പറ്റിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അതുപോലെ തന്നെ വന്നിട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ മേക്കിങ്ങിൻ്റെ സ്കെയിൽ, കാരണം ടോവിനോ പറഞ്ഞ വെച്ചാൽ 18-20 കോടി എങ്ങാണ്ടായിരുന്നു ഈ സിനിമക്കായത്. അപ്പോൾ അതിൻ്റെ ഒരു സ്കെയിൽ, ആ 20 കോടി എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്നത് നമുക്ക് അതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്കെയിലിലേക്ക് നമ്മുടെ സിനിമ, അത് നമ്മുടെ പ്രോപ്പർ യൂസേജ് ഓഫ് ബഡ്ജറ്റാണ് ആക്ച്വലി അത് കാണിക്കുന്നത്. അതൊക്കെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത്രയും വലിയൊരു കാര്യം പുൾ ഓഫ്. എന്തുകൊണ്ടോ നമ്മൾ വന്നിട്ട് ഒരു ഔട്ട് ഓഫ് കേരളയിലേക്ക് വന്നിട്ട് ഈ സിനിമ അങ്ങനെ ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നില്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു സിനിമയല്ലേ നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഫാമിലി ആയിട്ട് അടിച്ച് പൊളിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് ആസ് എ നമ്മുടെ ലോജിക്കും കാര്യങ്ങളും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഒരു ഫാൻറ്റസി സിനിമയാണ്. അപ്പോൾ ഫാൻറ്റസി സിനിമയായിട്ടുള്ള രീതിയിൽ നമ്മൾ കാണുമ്പോൾ അത് ഗംഭീരമായിട്ട് ഫീൽ ചെയ്ത്. ആകെ മൊത്തത്തിൽ ഓണത്തിന് ടു സ്റ്റാർട്ട് ഓഫ് ടോവിനോട് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ അതിഗംഭീരമായിട്ടുള്ളൊരു ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു ഗംഭീരമായിട്ടുള്ള സിനിമയായിട്ടാണ് ആക്ച്വലി അജയൻ്റെ രണ്ടാം മോഷണം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ പേരടക്കം വളരെ ഗംഭീരമായിട്ട് സിങ്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഓൺ ദാറ്റ്. സോ ആകെ മൊത്തത്തിൽ അജയൻ്റെ രണ്ടാം മോഷണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ക്ലീൻ ആയിട്ടുള്ള ഒരു എൻ്റർടൈനറാണ്. ഇതിനകത്ത് വേറൊരു കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നും വേണ്ട. ഇത് ഡാർക്കാണോ മറ്റേ എപ്പിക്കാണോ അങ്ങനെയൊന്നുമല്ല. ഇതൊരു പ്രോപ്പർ ക്ലീൻ എൻ്റർടൈനർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഡു വാച്ച് അജയൻ്റെ രണ്ടാം മോഷണം ഇൻ തിയേറ്റേഴ്സ്. ബൈ.